അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇനി അവസാനമായിട്ടൊരു പരീക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നമുക്ക് ഈ പാദവാർഷിക പരീക്ഷയ്ക്കായിട്ട് 7 പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നോക്കിയാലോ? നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. യോജിപ്പിക്കാം. ഒരു വശത്തായിട്ട് 6 ചോദ്യങ്ങളും മറുവശത്തായിട്ട് അതിൻ്റെ ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. ഓരോന്നിന് നേരെയും കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മളിവിടെ വിട്ട ഭാഗങ്ങളിൽ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഡാഷ്. 2. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. 3. നിയ്യത്ത് മൊഴിയൽ. 4. 2 കുല്ലത്ത് വെള്ളം. 5. വെള്ളം ചേരുന്നതിനെ തടയുന്നത്. 6. നിസ്കാരം കൽപ്പിക്കപ്പെട്ട മാസം. ഈ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെഴുക്, റജബ്, 200 ലിറ്റർ, കുളിക്കണം, ഉളൂ ചെയ്യണം, സുന്നത്താണ്. അപ്പം നമുക്കിതൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ? ഒന്നാമത്തത് എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉളൂ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? കുളിക്കണം. 3. നിയ്യത്ത് മൊഴിയൽ. നിയ്യത്ത് മൊഴിയൽ. മൊഴിയൽ എന്ന് പറഞ്ഞാൽ പറയൽ എന്നാണ് അർത്ഥം. അപ്പം നിയ്യത്ത് പറയൽ എന്താണ്? നിയ്യത്ത് പറയൽ സുന്നത്താണ്. ഓക്കെ. ഇനി 4മത്തത് 2 കുല്ലത്ത് വെള്ളം. 2 കുല്ലത്ത് വെള്ളം, 200 ലിറ്റർ. 5. വെള്ളം ചേരുന്നതിനെ തടയുന്നത് ഡാഷ്. എന്താണ് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു ഈ ലിസ്റ്റിൽ തന്നിട്ടുള്ളത്? മെഴുകാണ്. മെഴുക്. 6മത്തത് നിസ്കാരം കൽപ്പിക്കപ്പെട്ട മാസം റജബ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി 2മത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2 പൂർത്തിയാക്കാം. 1. ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ ഡാഷ്. അപ്പോൾ ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധിയുടെ ബോധം നഷ്ടപ്പെടുത്തി പിന്നെ നിസ്കാരം ഖളാ നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ എന്താണ്? നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്, വാജിബാണ്. ഓക്കെ. 2മത്തെ ചോദ്യം നോക്കൂ. ഹൈലോ നിഫാസ ഉള്ള സമയത്ത് നിസ്കാരം ഖളാ വീട്ടൽ ഡാഷ്. ആ സമയത്ത് നിസ്കാരം ഖളാ വീട്ടലോ ഹറാമാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ്. ഖളാ വീട്ടൽ ഹറാമായ നിസ്കാരം ഏതാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമായ വാജിബായ നിസ്കാരം ഏതാണെന്നും ചോദിക്കും. ക്ലിയർ ആയല്ലോ? ഖളാ വീട്ടൽ വാജിബായ നിസ്കാരമാണ് ലഹരി വസ്തു ഉപയോഗിച്ച് നിസ്കാരം ഖളാ ആക്കിയാൽ. അതുപോലെ തന്നെ ഖളാ വീട്ടൽ ഹറാം എപ്പോഴാണ്? ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കാരം ഖളാ വീട്ടൽ ഹറാമുമാണ്. ഇനി 3മത്തെ ചോദ്യം നോക്കൂ. തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് ഡാഷ്. ഏതാണ് ആ വെള്ളം? തൊഹൂറ് അല്ലേ? തൊഹൂറായ വെള്ളം തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. ഇനി 4മത്തെ ചോദ്യം നോക്കൂ. നിത്യ അശുദ്ധിയുള്ളവർക്ക് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ഡാഷ്. എന്താണ്? മതിയാവുകയില്ല. ഓക്കെ. നിത്യാശുദ്ധിയുള്ളവർക്ക് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാവുകയില്ല. ഫുറുലുൽ വുളൂഇ എന്ന 3ാം പാഠത്തിൽ പറയുന്നുണ്ട് അത്. ഓക്കെ. ഇനി 5മത്തെ ചോദ്യം നോക്കൂ. വുളൂഇൻ്റെ നിയ്യത്തോട് കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ഡാഷ്. എന്താണ്? വുളൂഇൻ്റെ നിയ്യത്തോട് കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ എന്ത് സംഭവിക്കും? വുളൂ ലഭിക്കും. ഓക്കെ ആണല്ലോ? ഇനി 3മത്തെ ചോദ്യം നോക്കൂ. പട്ടിക പൂർത്തിയാക്കാം. ഇവിടെ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. ഇതിൽ ഹൈല്, നിഫാസ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറഞ്ഞ സമയം, സാധാരണ സമയം, കൂടിയ സമയം, അത് 3ഉം 2ൻ്റെയും നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഹൈല്. ഹൈലിൻ്റെ കുറഞ്ഞ സമയം എത്രയാണ്? ഹൈലിൻ്റെ കുറഞ്ഞ സമയം എന്ന് പറയുന്നത് 1 ദിവസമാണ്. 1 ദിവസം. ഓക്കെ. പിന്നെ സാധാരണ ഉണ്ടാകുന്ന സമയം എത്രയാണ്? സാധാരണ 6 അല്ലെങ്കിൽ 7 ദിവസം. 6 7 ദിവസം. കൂടിയ സമയം കൂടിയാൽ 15 ദിവസം. ഓക്കെ. ഇനി അടുത്തതാണ് നിഫാസ്. നിഫാസ് കുറഞ്ഞ സമയം എത്രയാണ്? കുറഞ്ഞ സമയം അല്പം. അതിൻ്റെ കുറഞ്ഞ സമയം വരുന്നത് അല്പസമയം മാത്രമാണ്, അല്പം. ഓക്കെ. പിന്നെ സാധാരണ സമയം വരുന്നത് 40 ദിവസം. കൂടിയ സമയം വരുന്നതോ 60 ദിവസം.
ക്ലിയർ ആയല്ലോ? ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. രണ്ടെണ്ണം വീതം എഴുതുക. 1. വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ 2 എണ്ണം എഴുതണം. നമ്മൾ 4-ാം പാഠത്തിൽ ഉസ്ലു എന്നുള്ള പാഠത്തിൽ വലിയ അശുദ്ധി ഉണ്ടാവാൻ 5 കാരണങ്ങളുണ്ടെന്ന് ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതണം. മനീയ പുറപ്പെടുക, ഫർജിൽ അഷ്ഫ കടക്കുക, ഹൈല് രക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, പ്രസവിക്കുക. ഈ 5 കാരണങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതണം. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ പഠിച്ചിരുന്നത് 1-ാം പാഠത്തിൽ അസ്വലാത്ത് എന്ന പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് 3 അടയാളങ്ങൾ. 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈലുണ്ടാവുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതണം. ഇനി 3-ാമത്തെ ചോദ്യം നോക്കൂ. നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ 1-ാം പാഠത്തിൽ ഏറ്റവും ആദ്യം പറയുന്നുണ്ട് നിസ്കാരം നിർബന്ധമാകാൻ 4 ഷർത്തുകളുണ്ട്. മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, ഹൈല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ഇവിടെ എടുത്തെഴുതണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെല്ലാം പാഠത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. ഇനി 5-ാമത്തെ ചോദ്യം നോക്കൂ. വേർതിരിക്കാം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് താഴെ 1 ഫർള് എന്നും 2 സുന്നത്ത് എന്നും തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ഫർളായ കാര്യങ്ങൾ ഇവിടെയും സുന്നത്തായ കാര്യങ്ങൾ ഇവിടെയും എഴുതി ചേർക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ജുമുഅക്ക് വേണ്ടി കുളിക്കൽ, വുളൂഇൽ മുഖം കഴുകൽ, കുളിയിൽ ശരീരം മുഴുവൻ വെള്ളം ചേർക്കൽ, ഖുർആൻ ഓതാൻ വേണ്ടി വുളൂ ചെയ്യുക, ബാങ്ക് വിളിക്കാൻ വേണ്ടി വുളൂ ചെയ്യുക. ഓക്കെ, ഇത് വായിച്ചല്ലോ. ഇതിൽ നിന്ന് ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും നമ്മൾ വേർതിരിച്ചെഴുതണം. അപ്പോൾ 1-ാമത്തേത് നോക്കൂ. ജുമുഅക്ക് വേണ്ടി കുളിക്കൽ എന്താണ്? ജുമുഅ, പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്കും റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ എന്താണ്? സുന്നത്താണ്. ജുമുഅക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ സുന്നത്ത് നമ്പർ 2 അല്ലേ, ആ നമ്പർ 2 ഇവിടെ എഴുതി കൊടുക്കുന്നു. ഇത് ഉസ്ലു എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ ആ പാഠത്തിൽ നിന്ന് തന്നെ വരുന്നൊരു പോയിൻ്റാണ് കുളിയിൽ ശരീരം മുഴുവൻ വെള്ളം ചേർക്കൽ എന്താണ്? കുളിയുടെ ഫർളുകളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഫർള് നമ്പർ 1 ആണ്. 1 അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫർളും ഒരു സുന്നത്തും കിട്ടി. ഇനി അടുത്തത് നോക്കൂ. വുളൂഇൽ മുഖം കഴുകൽ എല്ലാവർക്കും അറിയാം, അത് ഫർളാണ് അല്ലേ? അപ്പോൾ 1 എന്ന് അവിടെ എഴുതുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ. ഖുർആൻ ഓതാൻ വേണ്ടി വുളൂ ചെയ്യുക. ഖുർആൻ ഓതാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. 2 സുന്നത്താണ്. ഓക്കെ. ബാങ്ക് വിളിക്കാൻ വേണ്ടി വുളൂ ചെയ്യലും സുന്നത്താണ്. ഓക്കെ. ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക മുതലായവയൊക്കെ വുളൂ സുന്നത്താണ്. അത് പിന്നെ 3-ാം പാഠത്തിൽ ഫുറൂലുൽ വുളൂ എന്ന പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി 6-ാമത്തെ ചോദ്യം നോക്കൂ. ഉത്തരം എഴുതാം. 1. കുളി എന്നാൽ എന്ത്? 4-ാം പാഠത്തിൽ ഉസ്ലു എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്, നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിനെയാണ് കുളി എന്ന് പറയുന്നത്. ഓക്കെ, നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിനെയാണ് കുളി എന്ന് പറയുന്നത്. 2-ാമത്തെ ചോദ്യം നോക്കൂ. ഹൈള് എന്നാൽ എന്ത്? അതേ പാഠത്തിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ഓക്കെ. 3-ാമത്തെ ചോദ്യം. ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകും. ഏതാണ് ഊറക്കിട്ടാൽ ശുദ്ധിയാകുന്നത്? തത്ഹീറുൻ നജാസത്തി എന്ന 5-ാം പാഠത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, നായ, പന്നി, അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ഏത് ശവത്തിൻ്റെ തോലും ഊറക്കിട്ടാൽ എന്താകും? ശുദ്ധിയാകും. ക്ലിയർ ആയോ? നായ, പന്നി, അതിൽ നിന്ന് ജന്മം കൊണ്ടത്, അതായത് അതിൻ്റെ കുഞ്ഞുങ്ങൾ, നായ, പന്നി, അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളല്ലാത്ത ഏത് ശവങ്ങളും, ഏത് ജീവിയുടെ ശവവും എന്താണ്? ഊറക്കിട്ടാൽ ശുദ്ധിയാകും.
ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. എത്ര തവണ കഴുകിയാലും അത് ഒരു തവണ കഴുകിയതായി മാത്രമേ കണക്കാക്കുകയുള്ളൂ? ഏത്? നമ്മൾ ശുദ്ധിയാക്കുമ്പോൾ നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം. ഓക്കെ. നായ, പന്നി എന്നിവ നജസ് ആയത് നമ്മൾ ശുദ്ധിയാക്കുമ്പോൾ എന്ത് ചെയ്യണം? 7 തവണ കഴുകണം, അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ നജസിൻ്റെ തടിയുണ്ടെങ്കിൽ, കാഷ്ടമോ മൂത്രമോ അങ്ങനെ എന്തെങ്കിലും നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം കഴുകി ഒഴിവാക്കണം. അതാദ്യം നീക്കം ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവുകയുള്ളൂ? ശുദ്ധിയാവുകയുള്ളൂ. അല്ലാതെ എത്ര തവണ കഴുകിയാലും അത് ഒറ്റ തവണ കഴുകിയ പോലെ തന്നെ ഒരു കഴുകലായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഉത്തരം എന്താ പറയേണ്ടത്? നജസിൻ്റെ തടി ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം എത്ര തവണ കഴുകിയാലും ഒരു തവണ കഴുകിയതായി മാത്രമേ കണക്കാക്കൂ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിഖഹിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. ഇതിൽ ഓരോ പാഠവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഉളൂഇൻ്റെ ഷർത്തുകൾ, കുളിയുടെ ഷർത്തുകൾ, ഉളൂഇൻ്റെ ഫറളുകൾ, കുളിയുടെ ഫറളുകൾ, പിന്നെ നജസിനെ ശുദ്ധിയാക്കേണ്ട രൂപങ്ങൾ, അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ. ഉള്ള സമയം നന്നായി പഠിക്കുക, പഠനത്തിനായി വിനിയോഗിക്കുക. എന്നാൽ മാത്രമേ നന്നായി പരീക്ഷ എഴുതാനും നന്നായി റിസൾട്ട് വരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും അല്ലാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.